بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ 7 അവയവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നൽകിയതാണ്. ആ അവയവങ്ങളെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ തൊട്ട് അകറ്റി നിർത്തുക, ഇത് വളരെ പ്രധാനപ്പെട്ടതും ശ്രമകരമായതുമാണ്. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിൽ തന്നെ പറഞ്ഞു, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കുറവാണ്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലുള്ളത്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കുറവാണ്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് വിട്ടുനിൽക്കലാണ് പ്രയാസകരം. കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് താരതമ്യേന പ്രയാസകരമല്ല, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് പ്രയാസകരമെന്ന് പറഞ്ഞു. അത് ചുറ്റുപാടുകളും അവസ്ഥകളുമൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതലായി വരും. ചുറ്റുപാടുകളും അവസ്ഥകളും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നിട്ട് വിട്ടുനിൽക്കൽ നമുക്ക് വലിയ വലിയ പ്രയാസമായി വരും. അത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കൽ വളരെ പ്രയാസകരമാകുമെന്നും അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്നവൻ തീക്കട്ടന്റെ മേലിൽ മുറുക്കി പിടിച്ചവനെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അൽ ഖാബിദ് അലൽ ജമറത്തി എന്ന് ഹദീസിൽ കാണാം. തീക്കട്ടന്റെ മേൽ മുറുക്കി പിടിക്കാൻ കഴിയില്ല, അത്രക്കും പ്രയാസകരമായിരിക്കും പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കൽ. അവസാന കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കുമെന്ന് അനുദിനം നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഹറാമുകൾ വല്ലാതെ കൂടുതലായി, പലിശകൾ കൂടുതലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൻ നിസാ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിൻ നിസാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ്, ഇത്തഖുൻ നിസാ, നിങ്ങൾ സ്ത്രീ സമൂഹത്തെ സൂക്ഷിക്കണം, അവരെ ഹറാമുകളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അകറ്റി നിർത്തണം. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ, ബനി ഇസ്രായീൽ നശിക്കുവാനുള്ള ആദ്യത്തെ കാരണം കാനത്ത് ഫിൻ നിസാഇ, അത് സ്ത്രീകളിലാണ് തുടങ്ങിയത്. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും അവർ അന്യപുരുഷന്മാരുമായി ഇടകലരലും, ഇങ്ങനെ അവർക്ക് യാതൊരു ബ്രേക്കും ഇല്ലാത്ത രൂപത്തിലുള്ള അവരുടെ ജീവിതം, കുത്തഴിഞ്ഞ ജീവിതം എന്ന് തന്നെ പറയാം, അതായിരുന്നു അവരെ നശിപ്പിച്ചിരുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട രൂപമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, വഅദുകൾക്കും ഉപദേശങ്ങൾക്കൊന്നും കാര്യമായ പ്രതിഫലനങ്ങളൊന്നുമില്ലാതെ എല്ലാം ഒരു ചടങ്ങുകളായി അതിങ്ങനെ നടക്കുന്നു എന്ന് മാത്രം. ആത്മാർത്ഥത എന്നതും പരിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിക്കുക എന്നതുമൊക്കെ വളരെ കുറഞ്ഞ ആളുകളിൽ അത് ഒതുങ്ങി എന്നല്ലാതെ എല്ലാവരും അവരുടെ സ്വന്തം കാര്യവുമായിട്ട് നടക്കുന്ന ഒരു ദുരവസ്ഥയാണ് മൊത്തത്തിൽ കാണുന്നത്. ദീനിനെ പറ്റിയോ നാടിനെ പറ്റിയോ മഹല്ലത്തിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി ചെയ്യണമല്ലോ.
എന്നുള്ള ചിന്തകൾ ഉള്ള ആളുകൾ തന്നെ വളരെ കുറഞ്ഞ് എല്ലാം പ്രശസ്തിക്ക് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും ആളുകളുടെ മുന്നിൽ പിന്നെ കാണിക്കാൻ വേണ്ടിയും ഒക്കെ വളരെ കൂടുതലായി ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ആവുന്നതൊക്കെ നമുക്ക് പറയാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഗസാലി ഇമാമ് പറഞ്ഞു, അല്ലാഹ് തന്നതാണ് ഈ അവയവങ്ങൾ എന്നൊക്കെ നിനക്ക് ഓർമ്മ വേണം. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവയവങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിക്കും. അതൊക്കെ എവിടെ ഉപയോഗിച്ചു എന്ന് ചോദിക്കുമെന്ന പേടി എനിക്ക് വേണം. അതുകൊണ്ടാണ് ഗസാലി ഇമാമ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോ 7 അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായ നാവിനെ പറ്റി തന്നെയാണ് ദിവസങ്ങളോളമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാവിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാവിന്റെ ദൂഷ്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കളവാണ്. മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ കൽബിനിക്ക് വലിയ പ്രകാശം നൽകുന്ന ഒന്നാണ്. കൽബാണ്. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞു, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം കൽബിലാണ്. കൽബ്, തലച്ചോറ് ഇതാണ് നിയന്ത്രിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് അവകളാണ്. ശരീര കൈകള്, അതേപോലെ തന്നെ മറ്റ് ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം സഹായികൾ മാത്രമാണ്. എല്ലാത്തിൻ്റെയും നിയന്ത്രണം കൽബാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ആത്മാർത്ഥതയുണ്ടാകുമ്പോൾ കൽബിനിക്ക് പ്രകാശം വരും. അങ്ങനെ പ്രകാശം വരുമ്പോൾ കൂടുതൽ നല്ല കാര്യം ചെയ്യാൻ തോന്നും. നിസ്കരിക്കുന്ന അവസരത്തിൽ കൽബിന് പ്രകാശം വരും. അതേപോലെ ദിക്റ് ചൊല്ലുമ്പോൾ വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ നാവ് എപ്പോഴും ദിക്റ് കൊണ്ട് നനയണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കണം. മഹാന്മാരായ സലഫു സാലിഹീങ്ങളായ ആൾക്കാരൊക്കെ അതിനു വേണ്ടി സമയം കണ്ടെത്തും, ദിക്റിന് വേണ്ടി സമയം കണ്ടെത്തും. അവർ ദിക്റ് ചൊല്ലും, ധാരാളം ദിക്റുകൾ ചൊല്ലും, പല രൂപത്തിലുള്ള ദിക്റുകളും തസ്ബീഹുകൾ ചൊല്ലും. അങ്ങനെ നിന്റെ നാവ് എപ്പോഴും ദിക്റിലായിക്കൊണ്ടിരിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ആ നാവ് ചെയ്യുന്ന സൽക്രമം കൊണ്ട് കൽബിനിക്ക് പ്രകാശം വരികയാണ്. നാവ് ചെയ്യുന്ന സൽക്രമങ്ങളെ കൊണ്ട് നിസ്കരിക്കുമ്പോൾ കൽബിന് പ്രകാശം വരികയാണ്. അപ്പൊ പിന്നെ ഈ കൽബിൽ നിന്ന് നല്ലത് മാത്രമേ വരൂ, നല്ല സിഗ്നലുകൾ മാത്രമേ കൽബിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇതാണ് മൊത്തത്തിലുള്ളത്. അവയവങ്ങളൊക്കെ സംരക്ഷിച്ചാൽ, ബാഹ്യമായ നമ്മുടെ അവയവങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ട് അതിന്റെ നേട്ടം കൽബിനിക്കാണ്. കൽബിന് നേട്ടം കിട്ടിയാൽ എല്ലാം നന്നായി പോയി. ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ, നിങ്ങൾ അറിയണേ. എങ്ങനെയാ പറഞ്ഞത്? അലാ, അറിയണേ. ഇന്ന ഫിൽ ജസദി, തീർച്ചയായിട്ടും ശരീരത്തിലുണ്ട്, ഇല്ല മുളകത്തൻ, ഒരു മാംസ കഷ്ണമുണ്ട്. ശരീരത്തിൽ ഒരു മുളകത്തുണ്ട്, ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലുഹത്ത്, അത് നന്നായി കഴിഞ്ഞാൽ സലുഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നാകും. വഇദാ ഫസദത്ത്, അത് നാശമായി കഴിഞ്ഞാൽ, അത് മോശമായി കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നാശമായി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നന്നാക്കാനാണ് നമ്മുടെ ശ്രമങ്ങളൊക്കെ. നാം ഈ പറയുന്നതൊക്കെ കൽബ് നന്നായി കിട്ടാനാണ്. അപ്പോ മഹാനായ ഗസാലി ഇമാമ് പറഞ്ഞു, നാവ് കൊണ്ടുള്ള വലിയ ദോഷത്തിൽപ്പെട്ട ഒന്ന് കളവ് പറയലാണ്. രണ്ടാമത്തത് ഗീബത്ത് പറയലാണ്. രണ്ടാമത്തത് മഹാനവറുകൾ പറഞ്ഞത് വാഗ്ദാന ലംഘനം. രണ്ടാമത്തത് വാഗ്ദാന ലംഘനം, അൽ ഖുൽഫു ഫിൽ വഅദി, വാഗ്ദാന ലംഘനമാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് മഹാനവറുകൾ പറഞ്ഞു ഗീബത്ത് പറയലാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. 8 കാര്യങ്ങളാണ് നാവിനെ സംരക്ഷിക്കേണ്ടത്. 8 എണ്ണമാണ്. ഒന്ന് കളവ് പറയുക, രണ്ടാമത്തത് വാഗ്ദാന ലംഘനം, മൂന്നാമത്തത് ഗീബത്ത്. ഇനി നാലാമതായി ഗസാലി ഇമാമ് പറയുന്നു, അൽ മിറാഉ വൽ ജിദാലു വമുനാഖശത്തു നാസി ഫിൽ കലാം, വെറുതെ തർക്കിക്കുക. തർക്കം, എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കൊളത്തുക, എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കുക, അങ്ങനെ ഒരു സ്വഭാവം. എന്ത് പറഞ്ഞാലും അതിനൊരു കൊളത്തുക. അതിപ്പോ വീട്ടിലാവട്ടെ, മക്കളാവട്ടെ, ചില ആളുകൾക്ക് അങ്ങനെ പ്രകൃതിയാണ്. ഭാര്യ പറഞ്ഞാൽ അതിനെതിരെ പറയാം, മക്കള് പറഞ്ഞാൽ അതിനെതിരെ പറയാം. പുറമൊക്കെ നല്ല ഉഷാറായിരിക്കും, നല്ല പ്രവർത്തനം ഉണ്ടാവും, നല്ല പ്രവർത്തനങ്ങൾ, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യും, നാട്ടിന് ഖിദ്മത്ത് ചെയ്യും, രാഷ്ട്രീയ സേവനം, സന്നദ്ധ സേവനമൊക്കെ ഉണ്ടാവും. വീട്ടിൽ ചെന്നാല് ഭാര്യയും ഭർത്താവും കീരിയും പാമ്പും കണ്ട മാതിരിയാണ്. അവിടുത്തെ വിഷയങ്ങളിലൊക്കെ വളരെ സൗഹൃദം.
എന്നോട് ഈ മേലെ പറമ്പുകാരനായ ഒരാൾ പറഞ്ഞു, അയാളുടെ ഫോണ് വിളിച്ചാൽ ഭാര്യയ്ക്ക് ആ ഫോണ് വരുന്ന തന്നെ ഗൾഫിലുള്ള ഒരാളായിരുന്നു, അയാൾ മരിച്ചുപോയി. ഗൾഫിലുള്ള ഒരാളായിരുന്നു. ഗൾഫിൽ നിന്ന് ആ ഫോണ് ഭാര്യയ്ക്ക് വരുന്നത് കേട്ടാൽ തന്നെ ഭാര്യയ്ക്ക് പിന്നെ ബേജാറാവും. ആ ഫോൺ ഇന്ന ആളെ ഫോണാണെന്ന് അറിഞ്ഞാൽ തന്നെ ബേജാറാവും. കാരണം ഫോണിട്ട് വിളിച്ചാൽ പിന്നെ ചീത്തറിച്ചിലാണ്, പിന്നെ പറച്ചിലൊക്കെ ഏതാണ് ചീത്തയാണ്, ഒരു നല്ല വാക്ക് പറയില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടൊക്കെ വലിയ അനർത്ഥങ്ങളാണ് സംഭവിച്ചത്. ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ അനർത്ഥങ്ങൾ. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ സ്നേഹമില്ലാതെയാവുക, അതേപോലെ തന്നെ ഭാര്യയ്ക്ക് മക്കളോട് സ്നേഹമില്ലാതെയാവുക, ഇനി മക്കൾ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളോട് സ്നേഹമില്ലാതെയാവുക. സ്നേഹത്തോടുകൂടെ വളർന്ന ഒരാൾ ആ സ്നേഹം എല്ലാവർക്കും കൊടുക്കും. നേരെ മറിച്ച് സ്നേഹമില്ലാതെ വളർന്ന ഒരാളാണെങ്കിലോ അവന്റെ പക്കൽ സ്നേഹം കിട്ടാൻ പ്രയാസം. സ്നേഹത്തോടുകൂടെ വളർന്ന ഒരാളാണെങ്കിൽ അപ്പോ ഏതൊരു മനുഷ്യനും സ്നേഹം എന്നുള്ളത് ആഗ്രഹിക്കുന്നവരാണ്. ആരായിരുന്നാലും ശരി, എത്ര വലിയ ആൾക്കാരായിരുന്നാലും ശരി, എത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയ ആളായിരുന്നാലും ശരി, അവൻ സ്നേഹിക്കപ്പെടണം. അവനക്ക് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സ്നേഹം കിട്ടണം, അനുകമ്പ കിട്ടണം എന്നാണ് മനുഷ്യന്റെ പ്രകൃതി. അങ്ങനെയാണ് മനുഷ്യൻ, അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ധരിച്ച ഗസാലി ഇമാം പറഞ്ഞത്, വെറുതെ ആവശ്യങ്ങൾ ഏത് വിഷയത്തിലും കൊളത്തുക, അതിനെ എതിർക്കുക. ഏതെങ്കിലും നമുക്ക് എതിർപ്പുള്ള, അപ്പൊ ഭാര്യ വീട്ടുകാരോട് എന്തെങ്കിലും ഒരു വിരോധമോ അല്ലെങ്കിൽ അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും തകരാറുകളോ വന്നാൽ തക്കം കിട്ടുമ്പോഴൊക്കെ അതിങ്ങനെ എടുത്ത് പറയാം. അതൊക്കെ എടുത്ത് ഇങ്ങനെ പറയാം. അത് മറ്റൊരു സ്ഥലത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഗുണദോഷിക്കുമ്പോൾ ഒരു തെറ്റ് വന്നാൽ ഒരിക്കൽ പറയരുത്, പിന്നെ ഇങ്ങനെ എടുത്ത് പറയരുത്. അത് മനസ്സിൽ വലിയ കുത്തല് വരും. മനസ്സിൽ വലിയ കുത്തല് വന്നിട്ട് പിന്നെ ഒരു നിർബന്ധിതയായിക്കൊണ്ടായിരിക്കും ആ ഭാര്യ അവിടെ നിൽക്കുന്നത്. വേറെ അടുക്കും പോകാനും വയ്യ, വേറെ നിവൃത്തിയില്ല, പിന്നെ എന്ത് കാട്ടാനാ? പിന്നെ അതിങ്ങനെ മറ്റുള്ളവരോടൊക്കെ പറയും, നിന്റെ ഇടങ്ങറ് ഇപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ, നിന്റെ ഇടങ്ങറ് ഇപ്പൊ എനിക്കല്ലേ മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ മറ്റുള്ളവരോട് പറയും. മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഈയിടെ വന്നതാണ് ഇതൊക്കെ. പഴയ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. വളരെ സ്നേഹത്തോടുകൂടെ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പ്രായമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ കൊളത്തലും തർക്കിക്കലും ആവശ്യമില്ലാത്തതൊക്കെ പറയലൊക്കെ വളരെ കൂടിയിരിക്കുന്നു. ഗസാലി ഇമാം പറഞ്ഞത്, അൽ മിറാഹു വൽ ജിദാലു മുനാഖസത്തുൻ നാസി ഫീ കലാമിഹിം. ജനങ്ങളോട് സംസാരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുക, കണ്ടതിനൊക്കെ വാശി പിടിക്കുക, തർക്കം കൂടുക, ഇതൊക്കെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യമാണ്. ഫഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ. ഒരാള് എതിർ സംസാരം, ആ എതിർ സംസാരം അനാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കിയ എതിർ സംസാരം, അയാളുടെ പറയുമ്പോൾ എതിർക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ആ എതിർത്തിട്ട് അതൊരു നല്ലൊരു കാര്യമല്ല, എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അനാവശ്യമായ എതിർ സംസാരം ആവശ്യമുള്ളതുകൊണ്ട് എതിർ സംസാരം അനാവശ്യമുള്ളത്. എതിർ സംസാരം ചിലപ്പോൾ ആവശ്യം ഉണ്ടായിട്ട് വരും. അപ്പൊ അനാവശ്യമായ എതിർ സംസാരം, ഓരോ സംസാരിക്കുമ്പോൾ അതിനെ എതിർക്കാം. അങ്ങനെ എതിർക്കൽ, അനാവശ്യമായ എതിർ സംസാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ അത് പിടിച്ചു നിന്നു. എന്തിനാപ്പ അതൊക്കെ പറയുന്നത്? എന്താപ്പ അത് പറഞ്ഞിട്ട് കാര്യം? എന്തിനാപ്പ നമ്മൾ അങ്ങനൊക്കെ പറയുന്നത്? അവനെ വിഷമിപ്പിക്കലായില്ലേ, അവനെ നോവിക്കലായില്ലേ? അവൻ എന്ന് പറഞ്ഞാൽ അത് അവളുമാകാം, ഭാര്യയുമാകാം. ചില ആൾക്കാർക്ക് ഞാനതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് ഭാര്യനെ ഉണ്ടാക്കും, ഒരു ഭാഗത്തേക്ക് ഉണ്ടാക്കും, എന്നിട്ട് അതിൽ ആനന്ദം കൊള്ളും. അപ്പൊ തന്നെ ഓളം ഉണ്ടാട്ടം. ഞാനത് പറഞ്ഞിട്ട് മൂലക്കൽക്കാക്കിയത്. അങ്ങനെ മൂലക്കൽക്കാക്കി. ആരെയും മൂലക്കൽ കാക്കണത്? ഈ പറഞ്ഞിട്ട് മൂലക്കൽ കാക്കണത് ആരെയാണ്? കുട്ടികളെ പെറ്റന്മാര്, കുട്ടികളെ തള്ളൻ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് മൂലക്കൽ കാക്കണത്. അങ്ങനെ ഞാനത് പറഞ്ഞ് നന്നായിട്ട് വയറ് നിറച്ചോണ്ട് കൊടുത്തു. ചില ആൾക്കാർ ഡയലോഗാണ്, ഞാൻ വയറ് നിറച്ചോണ്ട് കൊടുത്തതാണ്. വയറ് വെച്ച് എന്ത് കൊടുത്ത്? എന്തേ കൊടുക്കണത്? എന്തേ പറയണത്? എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ട് അതിങ്ങനെ തറച്ചിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വാള കൊണ്ട് ഒരു കുത്തിയാൽ, അടിച്ചാൽ, വെട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് മൂർന്നാൽ അത് കുറച്ച് കഴിഞ്ഞാൽ മുറി ഉണങ്ങിപ്പോവും. മരുന്നൊക്കെ പറ്റിയാൽ മുറി ഉണങ്ങിപ്പോവും. പക്ഷെ നാവ് കൊണ്ടുള്ള മുറിപ്പാട് ഉണങ്ങൂല.
അലി റളിയല്ലാഹു അൻഹു. നാവ് കൊണ്ടുള്ള മുറി ജറാഹാത്തു സിഹാമി ലഹൽ തിആമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. മഹാനവറുകൾ പറഞ്ഞതാണ്, നാവ് കൊണ്ടുള്ള മുറിവ് ഉണങ്ങൂല, അതങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. അപ്പൊ അത് പിടിച്ചു വെക്കാനുള്ള കഴിവ് വേണം. പലതും പറയാനൊക്കെ തോന്നും, പ്രത്യേകിച്ച് നമുക്ക് അധികാരമുള്ള നമ്മുടെ മക്കള്, അതേപോലെ തന്നെ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ, അധികാരമുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് പറയാൻ തോന്നും. ജ്യേഷ്ഠർക്ക് കീഴ്പ്പെട്ടുള്ള അനുജനോട് പറയാൻ തോന്നും, അങ്ങനെ തന്റെ വിധേയനായ ആൾക്കാരോട് പറയാനൊക്കെ തോന്നും. അവിടെയാണ് ഗസാലി ഇമാം പറഞ്ഞ് പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എതിർ സംസാരം, ആ എതിർ സംസാരം അനാവശ്യമാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിൽ നിന്ന് വിട്ടു നിന്നാൽ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബ്ദിൽ ജന്നത്തി. അങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ റബ്ദിൽ, ആ സ്വർഗത്തിന്റെ അടുത്തായി അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് പണിത് കൊടുക്കുന്നതാണ്. ഫീമാ ഹൗലഹ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ സ്വർഗത്തിന്റെ അടുത്തായി കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും പരിമളങ്ങളും ഒക്കെ കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു അവനക്ക് ഒരു ബൈത്ത്, ഒരു വീട് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹ്ക്ക് അത് വലിയ ഇഷ്ടമാണ്, എതിർ സംസാരത്തിൽ നിന്ന് വിട്ടു നിൽക്കൽ. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, അമൻ തറക്കൽ മിറാഅ വഹുവ മുഹിബ്ബുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്നത്തി. ഇനി എതിർ സംസാരം ആവശ്യമാണ്, പക്ഷേ ഇപ്പത് സംസാരിച്ചാൽ ഉപകാരപ്പെടൂല. ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ ഒതുക്കുക എന്നൊരു ലക്ഷ്യമായി മാറും. ചിലപ്പം എതിർ സംസാരം ആവശ്യമായിട്ട് വരും. ആ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അവിടെ ലക്ഷ്യം മാറിപ്പോകും. ലക്ഷ്യം അപ്പൊ നല്ലൊരു ചാൻസാണ് കിട്ടിയാണ്, അത് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഒരു ചാൻസാണ്, ഇപ്പൊ നമുക്കൊരു പിടുത്തം പിടിക്കാം, ഇപ്പൊ ഒന്ന് ഒതുക്കാം. ഓന് നന്നാവലല്ല, അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തലല്ല ഉദ്ദേശമുള്ളത്, ഓനൊന്ന് ഒതുക്കണം, എനിക്കൊന്ന് ജയിക്കണം, ഞാനൊന്ന് ജയിക്കണം. അപ്പൊ ഒരു അവസരം കിട്ടിയത് ഞാൻ നന്നായിട്ടുണ്ട് ഉപയോഗിച്ചു, അവസരം കിട്ടിയപ്പോൾ നന്നായിട്ടുണ്ട് ഉപയോഗപ്പെടുത്തി. ഈ രൂപത്തിൽ എതിർ സംസാരത്തിൽ നിന്ന് വിട്ടു നിന്നാൽ ആവശ്യം തന്നെയാണ്, പക്ഷെ അപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിൽ കാണും, അതൊരു ഉപകാരപ്പെടൂല, അത് പിന്നെ ഒരു ദോഷമായി ഭവിക്കും എന്ന് കണ്ടിട്ട് എതിർ സംസാരത്തെ, പ്രതികരണത്തെ, തർക്കത്തെ ആരെങ്കിലും ഒഴിവാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്നത്തി, സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുവിനക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കും. സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്ത് അവനക്കൊരു വീടുണ്ടാക്കി കൊടുക്കും എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഗസാലി ഇമാം ഒരു കാര്യം പറഞ്ഞു, വലാ യൻബഗി അൻ യഖ്ദഅക ശൈത്താൻ. സഹോദര, നിന്നെ ശൈത്താന് വഞ്ചിക്കണ്ടട്ടോ. ശൈത്താന് പലപ്പോഴും വഞ്ചിക്കും. ഇതൊക്കെ പറയാൻ ഗസാലി ഇമാമിനെ പോലത്തെ ആൾക്കാർക്ക് കഴിയുള്ളൂ. ശൈത്താൻ തന്നെ വഞ്ചിക്കും. യഖൂലുലക, ശൈത്താൻ എന്നോട് പറയും, അൽഹിറിൽ ഹഖ, സത്യം പറയേ. സത്യം പറയാതിരിക്കാൻ പറ്റും, സത്യം പറയണ്ടേ. വലാ തുദാഹിൻ ഫീഹി, അതിലൊരു ഫോർമാലിറ്റീസും വേണ്ട. അതിലെന്തിനാണ് ഒരു മുഖം മിനിക്കലും, അതിലെന്തിനാണ് മുഖം നോക്കും, സത്യം പറയേ, സത്യം പറയേണ്ടടുത്ത് പറയണ്ടേ എന്നൊക്കെ ശൈത്താൻ ഇങ്ങനെ പറയും. പക്ഷെ സത്യം പറയലാവൂല അവിടെ ലക്ഷ്യം. സംഗതി പറഞ്ഞത് സത്യം തന്നെയാണ്, അത് പറയലാവൂല ലക്ഷ്യം. ഓനൊന്ന് ഇരുത്തണം, ഓനൊന്ന് പഠിപ്പിക്കണം, കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണം. ഇതിനു വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നും, അത് പ്രതികരിക്കണ്ടേ, അത് സത്യല്ലേ, അതെന്താ പ്രതികരിച്ചിരുന്നാൽ പറ്റൂലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് പിശാച് പട്ടിൽ പൊതിഞ്ഞ പാഷാണെന്ന് പഴയ കാലത്ത് പറയാണ്ട്. പട്ടിൽ പൊതിഞ്ഞ പാഷാണ്, പാഷാണം എന്ന് പറഞ്ഞാൽ കാഷ്ടം എന്നാണ് അർത്ഥം. അത് പട്ടിൽ പൊതിഞ്ഞാണ്ടാവുമ്പോൾ നല്ല ചൊറുക്കുണ്ടാവും കാണാൻ. ഇതേമാതിരിയാണ് ശൈത്താന്റെ എല്ലാ പരിപാടികളും. നല്ല ചൊറുക്കുള്ള കവർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വളരെ മോശമായിരിക്കും. നല്ല ചൊറുക്കുള്ള കവറായിരിക്കും ശൈത്താന് കാണിച്ചു തരിക. അപ്പോ അത് പറയുന്നത് പറയേണ്ട രൂപത്തിൽ ഉപദേശിക്കണം, ഉപദേശിക്കേണ്ട രൂപത്തിൽ ഉപദേശിക്കണം. അതിനൊക്കെ കുറെ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉപദേശിക്കാനൊക്കെ എങ്ങനെയാണ് ഒരു ആലിമ ഉപദേശിക്കേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് എന്നതൊക്കെ തന്നെ ധാരാളം സ്ഥലത്ത് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ മെയിൻ വിഷയം ഈ ഉപദേശിക്കുന്ന ആള് പ്രതികരിക്കുന്ന ആളുടെ ലക്ഷ്യം നന്നാവുക എന്നുള്ളതാണ്. ലക്ഷ്യം നന്നാവുക. ചില സമയത്ത് പറയാൻ പറ്റൂല, പറയേണ്ടത് തന്നെയാണ്, അവിടെ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മിണ്ടാതിരിക്കണം.
ചുരുക്കത്തിൽ മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, നീ ശൈത്താന്റെ നുഹ്കത്തിനിക്ക്, ശൈത്താനെ ചിരിപ്പിക്കാൻ നീ കാരണക്കാരനാവരുത്. ശൈത്താൻ ഇങ്ങനെ ഓരോന്ന് പറയും, അങ്ങനെ പറഞ്ഞിട്ട് നിന്നെ പെടുത്തിയിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങും. ആ രൂപത്തിൽ ആവരുതെന്ന് മഹാനായ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ, പ്രതികരിക്കൽ, എല്ലാത്തിനും മറുപടി പറയുക, എല്ലാത്തിനും കൊളത്തുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നിട്ട് പ്രത്യേകിച്ച് വീടുകളിൽ, അതിലും പ്രത്യേകിച്ച് ഭാര്യയുമായിട്ടുള്ള പെരുമാറ്റത്തിൽ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 24 കൊല്ലവും ചില്ലറ മാസങ്ങളും, ഏകദേശം 25 കൊല്ലം തന്നെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ജീവിതം ഉണ്ടായി. ഒരു നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു വാക്കുപോലും ഏൽക്കേണ്ടി വന്നിട്ടില്ല, ഒരൊറ്റ വാക്ക്. എന്തൊരു സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു, ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു നോവിക്കേണ്ട വാക്ക് പോലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പലഹാരപാത്രം എറിഞ്ഞു, അത് പൊട്ടിപ്പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിലിരിക്കുമ്പോൾ അടുത്ത വീട്ടില് മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ നിന്ന് ഒരു പലഹാരം കൊടുത്തയച്ചു. അവിടെ എന്തോ ഒരു പലഹാരം ഉണ്ടാക്കിയപ്പോൾ അതിന് ഒരു അല്പം കൊടുത്തയക്കുക, അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ കൊടുത്തയച്ചപ്പോ അത് ആയിഷ ബീവിക്ക് പറ്റിയില്ല. എന്റെ പേരിൽ ഉണ്ടാവുമ്പോൾ ഞാൻ കൊടുക്കുമല്ലോ, ഓള് കൊടുത്തയക്കണ്ടല്ലോ. ഇത് സ്ത്രീകളുടെ ഒരു പ്രകൃതിപരമായ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നന്മ ചെയ്താലും പുരുഷൻ, ആ ഒരു ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്. പുരുഷന്മാര്, ഭർത്താക്കന്മാര് എത്ര നന്മ ചെയ്താലും അതൊക്കെ ഉടക്കണതേ ഒരു പറയുള്ളൂ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പൊ എത്ര കാലമായി വന്നിട്ട്, എന്താ നിങ്ങൾ ചെയ്ത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, പെരുന്നാക്കാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സ്, എനിക്ക് തീരെ പറ്റലില്ല. അതിട്ട് കേൾക്കുമ്പോത്തിന് പിരാന്തൊരു. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഇടങ്ങറായിട്ട്, പഴയ കാലത്തുണ്ടോ, അപ്പൊ അതില്ല, അങ്ങനെ ഇടങ്ങറായി കൊണ്ടിരുന്ന സാധനമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, 10 കൊല്ലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയാം അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്കോ ഞാൻ സഹിക്കുകയാണ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതായിട്ട് നിങ്ങൾ പറയുള്ളൂ. മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, റസൂലുള്ളാഹിന്റെ ഹദീസ് തന്നെ അങ്ങനെയാണ്. മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളടുത്ത് ഒരു ഖൈർ എനിക്ക് കിട്ടിയിട്ടില്ല, എത്ര കൊല്ലായി ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു ഖൈർ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതേ നിങ്ങൾ പറയുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ഹദീസ് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല, അതൊക്കെ ചിരിച്ച് തള്ളാനേ പറ്റുള്ളൂ. അതൊക്കെ മുത്തുനബി പറഞ്ഞു തന്നതല്ലേ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതല്ലേ എന്ന് ധാരാളം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ അവിടെയൊക്കെ എന്തിനാണ് ഞാനിത് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാല്, കോടമ്പുഴ ദാറുൽ മആരിഫിൽ അവിടെയുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദ് അടുത്തിടെ, ഞാൻ വളരെ നേരത്തെ പരിചയമുള്ള ഉസ്താദാണ്, വളരെ ചെറുപ്പത്തിൽ എനിക്ക് ആ ഉസ്താദിനെ അറിയാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷെ ആ പെൺകുട്ടികളോടൊക്കെ എപ്പോഴത്തെ മൈൻഡ് അവർക്ക് പഠിക്കണം, പഠിച്ചിട്ട് ജോലി വേണം. മുമ്പ് പഠിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇതും കൂടി വേണം, ജോലിയും കൂടി വേണം. ഒരു ഭർത്താവിന് വിധേയാകാൻ പറ്റൂല. ഒരു ഭർത്താവിന് ഇങ്ങനെ അനുസരിച്ച് ഭർത്താവിന്റെ കീഴിൽ, ആ ഭർത്താവ് എപ്പോഴാ കൊടുന്നതെന്ന് വെച്ചാൽ അത് സ്വീകരിച്ച് ആവശ്യങ്ങളൊക്കെ ഭർത്താവിനോട് പറഞ്ഞ് അതിന് റെഡിയല്ല ആരും. ഇപ്പൊ പെൺകുട്ടികൾ ആരും റെഡിയല്ല. അപ്പൊ ഓല് പഠിക്കണം, ഓൽക്ക് ജോലി വേണം. അപ്പൊ വീട്ടിൽ ചായയും ചോറൊക്കെ ആരുണ്ടാക്കുക, അതിപ്പോ അത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാരാ ഉണ്ടാക്കുക? ഈ പ്രായമുള്ള അമ്മാനാരാ നോക്കാം? അതാണ് ഏറ്റവും വലിയ പ്രയാസം. സുബ്ഹാന ജല്ല ജലാലുഹു, പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ നോക്കാനൊക്കെ നല്ല ക്ഷമ വേണം. അള്ളാന്റെ അടുത്ത് കൂലി കിട്ടും എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മളൊക്കെ വീട്ടിൽ കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിലേ വീട്ടിൽ കെടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മേലേപ്പറമ്പിലെ ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ബാപ്പാന്റെ മലദ്വാരത്തിലൂടെ കയ്യിന്റെ വിരലിട്ടിട്ട് മലം പുറത്തേക്ക് എടുത്തിരുന്ന ഒരാള് മേലേപ്പറമ്പിലുണ്ട്. അങ്ങനെ വാപ്പാനെ നോക്കിയിരുന്ന ഒരാൾ, മലദ്വാരത്തിൽ കൂടെ കൈയിട്ടിട്ട് കയ്യിന്റെ വിരലിട്ടിട്ട്, അങ്ങനെ ചില ആൾക്കാർക്ക് പ്രായമായി കഴിഞ്ഞാൽ മലം കെട്ടിയാവും. ഒന്നാമത്തെ അനക്കല്ലാതെ കെടുക്കുകയാണ്. അങ്ങനെ അനക്കല്ലാതെ കെടുക്കുകയാണ്.
അങ്ങനൊക്കെ വരുമ്പോൾ അത് കട്ടിയാകുന്ന അവസരത്തിൽ അവരെ ഏറ്റവും വലിയ പ്രയാസം ഏതായിരിക്കും? ഈ മലം പോയി കിട്ടലായിരിക്കും. എന്ത് മരുന്ന് കൊടുത്താലും മലം പോകില്ല. അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഈ നിലക്ക് വാപ്പാനെ നോക്കിയിരുന്ന ആളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യന്മാരിപ്പോ കിട്ടുമോ? ആരാ ചെയ്യത്? ആർക്കാണ് അതിനൊഴിവുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും പടച്ചോൻ ഇങ്ങനെ പെടുന്നതിനുള്ള മരണങ്ങളൊക്കെ വല്ലാതെ കൂടുതലാക്കി. പെടുന്നതിനുള്ള മരണങ്ങൾ കാരണം കെടുന്നാനുള്ള അവസ്ഥകളാണ്. എന്തെല്ലാം രൂപത്തിൽ ഉമ്മാനും പാപ്പാനും നോക്കിയ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഈ വളർന്നു വരുന്ന കുട്ടികള്, ഈ പെൺകുട്ടികൾ, ഇവരൊക്കെ എന്താ ചെയ്യുക? അവരിന്ന് എന്താ കിട്ടുക? ഈ അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇതാണ് ഇപ്പൊ കുട്ടികളുടെ മൈൻഡ്, കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ഇങ്ങനെ വരുമ്പോ നല്ലൊരു ശതമാനം പെൺകുട്ടികളും വിവാഹ ജീവിതം താല്പര്യപ്പെടാതിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മളൊരു പരിഹാരം കാണാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിന് പരിഹാരം നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്നതും സ്നേഹത്തോടെ പെരുമാറുന്നതും ഒക്കെ അവർ കാണണം. ഇത് നമ്മൾ നേരെ പെരേക്കാണ് ചേരിച്ചേരുമ്പോൾ കുരച്ച് ചാടിയിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇതാണ് ഈ കുട്ടികൾ കാണുന്നത്. അപ്പൊ പിന്നെ കുട്ടികൾ അത് മനസ്സിലാക്കുകയാണ്, ഇങ്ങനെ ഒരു ജീവിതം എന്താ ജീവിതം, വാപ്പയും മീൻ കൂടി പെരുമാറാൻ നമ്മൾ കാണാനല്ലേ. എപ്പോ നോക്കിയാലും കച്ചറിയും കുരുമാനാണ്. ഒരു നല്ല വാക്ക് അങ്ങോട്ടും പറയുന്നില്ല, ഒരു നല്ല വാക്ക് ഇങ്ങോട്ടും പറയുന്നില്ല. ഇത് കുട്ടികൾ കാണുകയാണ്. അങ്ങനെ കുട്ടികൾ കാണുമ്പോൾ ഇതിനാവൂല, ഇതിന് ആകാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കൊണ്ടുവരില്ല. ഇത് കൊണ്ടുവരാത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയും കുരുമാനം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് വിവാഹ ജീവിതം അത് നല്ല ജീവിതമാണ്, അത് ആവശ്യമാണെന്ന് പെൺകുട്ടികൾക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയേ പറ്റൂ. അതല്ലാതിരുന്നാൽ ഏകദേശം ഇപ്പൊ എൻ്റെ അറിവിൽ തന്നെ 12ഓളം വിവാഹങ്ങൾ നടക്കാനുണ്ട്. നമ്മളോട് ബന്ധപ്പെട്ട് പരിചയമുള്ള ആൾക്കാർ 12ഓളം വിവാഹങ്ങൾ. ചിലത് അധികവും പെണ്ണ് കിട്ടാത്തതാണ്, പെണ്ണിന് കിട്ടണില്ല. എന്താ അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും പറയണ്ട അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മളെ മഹല്ലത്തിലൊക്കെ ഉള്ളപ്പോ ഇപ്പത്തെ പ്രശ്നം അതാണ്. പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. പെൺകുട്ടികളില്ല. സ്കൂളൊക്കെ വിടുമ്പോൾ പോയാൽ എത്രണ്ട് 1000 പെൺകുട്ടികളില്ലല്ലോ. ഇതിനൊരു മാറ്റം വരുത്തുക. ഇതിങ്ങനെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനൊരു മാറ്റം വരുത്തണ്ടേ? അതിന് നമ്മളെല്ലാവരും കൂടി ചിന്തിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളുടെ ജീവിതവും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ആൺകുട്ടികളിൽ നിന്ന് ഒരുപാട് സഹിക്കേണ്ടി വരും, ധാരാളം സഹിക്കേണ്ടി വരും. നമ്മളെ മൈൻഡല്ല ആ കുട്ടികൾക്കുള്ളത്. അപ്പൊ അതൊക്കെ സഹിച്ചിട്ട് ഈ വളർന്നു വരുന്ന സമൂഹത്തിലേക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു സന്ദേശമാകണം. അതിനായി പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ വാക്കുകൾ എത്രയാണ്, എന്തൊക്കെയാ പറഞ്ഞത്? ആവശ്യമില്ലാതെ പ്രതികരിക്കുക, ആവശ്യമില്ലാതെ കുത്തി നോവിക്കുക, വേദനിപ്പിക്കുന്ന വാക്ക്. ഈ വേദനിപ്പിക്കുന്ന വാക്ക് ഭാര്യയോടും പറയാൻ പറ്റൂല, മക്കളോടും പറയാൻ പറ്റൂല, ആരോടും പറയാൻ പറ്റില്ല, അന്യ ആൾക്കാരോട് മാത്രമല്ല. അത്തരം വാക്കുകൾ എപ്പോഴും കഴിഞ്ഞു പോയ അന്ന് കെട്ടിക്കൊടുന്ന അന്ന് പുതിയാപ്പള വന്ന അവസരത്തിൽ ഉണ്ടായ ഒരു തകരാറുണ്ടാവും. പുതിയാപ്പള വന്ന് അല്ലെങ്കിൽ സൽക്കാരത്തിന്റെ അന്ന് അമ്മായിമ്മ എന്തോ ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നപ്പോ ചായ കൊടുത്തില്ല, അല്ലെങ്കിൽ വരാൻ വൈകി. ഇത് പിന്നെ മരിക്കണ തലേദിവസം വരെ പറയും. അന്നുണ്ടായ വർത്താനം അന്ന് വരെ പറയും. അതൊരിക്കലും ചെയ്യരുതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലേ പറയാവൂ. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ രൂപത്തിലുള്ള പെരുമാറ്റം ആ വേദനിപ്പിക്കുന്ന ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാം തന്നെ ഇതിന്റെ ലാസ്റ്റിൽ ഈ കിതാബിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കൂടി ജീവിക്കേണ്ടത്. അത് അയൽവാസികളായിരുന്നാലും മക്കളായിരുന്നാലും ഭാര്യയായിരുന്നാലും ജ്യേഷ്ഠാനുജന്മാരായിരുന്നാലും എങ്ങനെയാണ് കൂടി ജീവിക്കേണ്ടത്. ആ കൂട്ടുജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഗസാലി ഇമാം പറഞ്ഞത് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, കുത്തുവാക്കുകൾ പറയരുത്, വേദനിപ്പിക്കുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് എന്നാണ് ഗസാലി ഇമാം കാര്യമായി പറഞ്ഞത്. 5-6 നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമായ നിർദ്ദേശം അതാണ്. അത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഉസ്താദും ശിഷ്യന്മാരും ആയിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ രൂപത്തിൽ തൻ്റെ സുഹൃത്തിന്റെ വക്കിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ, നമ്മെ പ്രയാസപ്പെടുത്തുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊക്കെ സുഹൃത്തിന്റെ വക്കെന്നോ മറ്റോ വന്നാൽ അത് സഹിക്കാനുള്ള ഒരു കഴിവ്, മറച്ചു വെക്കാനുള്ള കഴിവ്, ന്യൂനത മറച്ചു വെക്കാനുള്ള കഴിവ്. സുബ്ഹാനല്ലാഹ്, അതൊരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ന്യൂനതകൾ അത് ഭാര്യൻ്റെതാവട്ടെ, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭാര്യന്റെ ന്യൂനതകളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുക, അളിയൻ വന്നാൽ പറഞ്ഞു കൊടുക്കുക, മൂത്തച്ഛനോട് പറയുക, മറ്റവരോട് പറയുക, ഇങ്ങനെ പറഞ്ഞു നടക്കുക. ന്യൂനതകൾ, ആ സിറുകൾ, അസ്റാറുകൾ, അയൂബുകൾ, ന്യൂനതകൾ അത് മറച്ചു വെക്കണം, അതിങ്ങനെ പറയരുത് എന്നൊക്കെ ഗസാലി ഇമാം വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 കാര്യങ്ങളായി. ഇനി നമ്മൾ വേഗം പറഞ്ഞു പോകാം. 1-2 ക്ലാസ്സുകൾ കൂടിയേ ഇനിയിപ്പോ നോമ്പിന്റെ മുമ്പ് നടക്കുള്ളൂ. 5-മതായി പറഞ്ഞ തസ്കിയത്തുൻ നഫ്സ്,
സ്വന്തം ശരീരത്തെ സംശുദ്ധമാക്കുക. അവനെ പറ്റിയിട്ട്, സ്വന്തം ശരീരത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്, ഞാൻ 4 മണിക്ക് നീക്കും. അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. 4 മണിക്ക് ഞാൻ എന്നിട്ട് ഞാൻ അങ്ങനെ ഖുർആൻ ഇങ്ങനെ ആൾക്കാർ വന്നെന്തിനാ ഖുർആൻ നീച്ചോട്ടെ, ഇങ്ങനെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കറക്റ്റ് ഉസ്താദെ ഞാൻ അങ്ങനെ നീക്കും, ഞാൻ ഇങ്ങനെ നീക്കും, എന്നിട്ട് ഖുർആൻ ഓതും, എന്നിട്ട് ഞാൻ പെണ്ണുങ്ങളെ പോയി വിളിക്കും. ഇങ്ങനെ അവനവന്റെ തസ്കിയത്തുൻ നഫ്സ് ഫലാ തുസക്കു അൻഫുസക്കും കിതാബുൽ ഖുർആനിൽ പറഞ്ഞു, നിങ്ങളെ സ്വന്തം ശരീരത്തെ നിങ്ങൾ സിദ്ഖാക്കുക, പിന്നെ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ വലുതാക്കി കാണിക്കരുത്, സംശുദ്ധമാക്കി കാണിക്കരുത്. വഖീലൽ ബഅദൽ ഹുക്കമായി, ചില ഹക്കീമുകളോട്, തത്വജ്ഞാനികളോട് ചോദിക്കപ്പെട്ടു, മസ്ജിദുൽ ഖബീഹ്, മസ്ജിദുൽ ഖബീഹ്. ചോദ്യം തന്നെ അങ്ങനെയാണ്. ഖബീഹായ സത്യം എന്താണ്? സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്, പക്ഷെ അത് ഖബീഹാണ്, വളരെ വടക്കാണ്. വടക്കായ സത്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, സനാഉൽ മർഇ അലാ നഫ്സിഹി, ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ തന്നെ പുകഴ്ത്തുക. ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ തന്നെ പുകഴ്ത്തുക എന്നുള്ളത് അത് സത്യമാണെങ്കിൽ പോലും വടക്കാണ്. സത്യം തന്നെയാണ്. ഓന്റെ കാര്യം ഇപ്പൊ 4 മണിക്ക് എണീക്കുന്നത് സത്യം തന്നെയാണ്, അപ്പുറമൊക്കെ സത്യം തന്നെയാണ്. ആ സത്യം തന്നെ സ്വന്തം ശരീരത്തെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുക, സ്വന്തം ശരീരത്തെ നന്നാക്കി പറയുക, ഇത് വളരെ ഖബീഹായ, വളരെ വടക്കായ സത്യമാകുന്നു എന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു. വഅലം അന്ന ദാലിക യൻഖുസു മിൻ ഖദ്രിക ഇൻദന്നാസ് വയൂജിബു മഖ്തത ഇൻദല്ലാഹി തആല. സുബ്ഹാനല്ലാഹ്. ഇദാലമ്മ പറഞ്ഞു, മോനെ, നീ നിന്റെ സ്വന്തം ശരീരത്തെ പുകഴ്ത്തി പറയുക, നന്നാക്കി പറയുക, അതുകൊണ്ട് വരാൻ പോകുന്നത് ജനങ്ങളുടെ അടുക്കൽ നിന്റെ സ്ഥാനം കുറയും. അങ്ങനത്തെ ആൾക്കാർ ആർക്കും ഇഷ്ടാവില്ല. അങ്ങനെ തന്നെ നമുക്കൊക്കെ ഓനെ പറ്റി ഇങ്ങനെ പറയാം, നമുക്കത് ഇഷ്ടമുണ്ടാവും, നമുക്കത് ഇഷ്ടാവൂല. അതേമാതിരി തന്നെയാണ് നമ്മൾ പറഞ്ഞാലും, ഒരാൾ അയാളെ പറ്റി ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു കണ്ടുത്തിരിക്കാതെ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതുമാതിരി തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും, ഗസാലി ഇമാം പറയാണ്, അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടൂല. അള്ളാന്റെ അടുക്കൽ നിന്റെ സ്ഥാനം, പിന്നെ അള്ളാന്റെ അടുക്കലും കോപമുള്ളതാണ്, ജനങ്ങളുടെ അടുക്കൽ നിന്റെ സ്ഥാനം കുറയാൻ അത് കാരണമാണ് എന്ന് മഹാനായ ഗസാലി ഇമാം പറയാണ്. അപ്പൊ ഒരിക്കലും അത് ചെയ്യരുത്. സ്വന്തം ശരീരത്തെ പ്രശംസിക്കുക, സ്വന്തം ശരീരത്തെ ഉന്നതമാക്കുക, ഇക്കാര്യമാണ് 5-മതായിക്കൊണ്ട് മഹാനവറുകൾ പറയുന്നത്. 6-മതായി മഹാനവറുകൾ പറഞ്ഞു, ഒരു വസ്തുവിനെയും ക്ഷപിക്കരുത്, അള്ളാഹ് സൃഷ്ടിച്ച ഒരു സാധനത്തെയും ക്ഷപിക്കരുത്, ലഅനത്ത് ചെയ്യുക. ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത് ഇബ്ലീസിനെ പറ്റി മാത്രമേ നമുക്ക് ലഅനത്ത് ചെയ്യാൻ അവകാശമുള്ളൂ. ഇബ്ലീസിനെ പറ്റി മാത്രമേ ലഅനത്ത് ചെയ്യാൻ പറ്റൂ. 4 ആളുകളുടെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. 4 വ്യക്തികളാണ്, 4 വിഭാഗമല്ല, 4 വ്യക്തികൾ. ഒന്ന് ഇബ്ലീസിന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. രണ്ടാമത്തത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സാലിഹ് നബിന്റെ ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിനെ അറുത്ത ഒരാളുണ്ട്, പുതാർ. അവന്റെയും തൗബ അല്ലാഹ് സ്വീകരിക്കൂല. തൗബ ചെയ്തിട്ട് കരിഞ്ഞ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. മൂന്നാമത് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞിട്ട് 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആനിൽ അവരുടെ പേരെടുത്തിട്ട് തന്നെ പറഞ്ഞു, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ആളുടെയും തൗബ അല്ലാഹ് സ്വീകരിക്കൂല. ഈ 4 ആൾക്കാരുടെ തൗബ അല്ലാത്ത തൗബക്ക് അല്ലാഹ് സ്വീകരിക്കും. ഈ 4 ആൾക്കാരെ തൗബ അല്ലാഹ് സ്വീകരിക്കാത്തതുള്ളൂ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഇബ്ലീസ്. ഇബ്ലീസിനെ മാത്രമേ നമുക്ക് ലഅനത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ഒരാളെയും ലഅനത്ത് ചെയ്യാൻ പറ്റുകയില്ല. മഹാനായ മുഹമ്മദ് നബവി അൽ ജാവ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഉമിനൽ അൽഫാദിൽ മദ്മൂമത്തി അൽ മുസ്തഅമലത്തി ഫിൽ ആദത്തി. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ പറയുന്ന വാക്കാണ് യാ ഹിമാർ, ഏ കഴുതേ, യാ കൽബു, ഏ നായെ. ഇത് അങ്ങനെ ഒന്നും വിളിക്കരുത്. ഒരു മനുഷ്യൻ അവിടെ 2 കാര്യം വരുന്നുണ്ട്. ഒന്ന്, അത് കളവാണ്. നായല്ലല്ലോ. നായല്ലാത്ത വ്യക്തിയെ നായാന്ന് വിളിക്കലേ, അതല്ലേ കളവല്ലേ? അത് അവിടെ അങ്ങനെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഓനെ വിഷമിപ്പിക്കലുണ്ട്. അൽ അവ്വലു കിദ്ബുൻ വൽ ആഖിറു ഈദാഉൻ, അങ്ങനെയാ മഹാന്മാർ പറഞ്ഞത്. അപ്പൊ നായെ, പട്ടിയെ, അതുപോലെ തന്നെ കഴുതെ, ഇങ്ങനത്തെ വാക്കുകളൊന്നും വിളിക്കാൻ പാടില്ല. ഒരു സാധനത്തിനെയും മോശമാക്കിക്കൊണ്ട് വിളിക്കരുതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. അള്ളാഹ് സൃഷ്ടിച്ചൊരു ജീവി, അത് നായാവട്ടെ പട്ടിയാവട്ടെ, അതിനൊന്നും ക്ഷപിക്കരുത്. അള്ളാഹ് സൃഷ്ടിച്ച ജീവി. ഔ താമിൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരിക്കലും മോശമാക്കി പറയരുത്. എന്ത് ചോറ്, ഓന് ചോറുണ്ടാക്കി പറയാൻ പാടില്ല. എന്ത് ചോറ്? ഭാര്യ
അത് ഇടങ്ങേറായിട്ടുണ്ടാക്കി. എന്ത് ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ തന്നെ. അതിന്റെ ഇടങ്ങ് ഇപ്പൊ പറയാൻ പാടില്ല. وإياك أن تلعن شيئا مما خلق الله تعالى من حيوان أو طعام أو إنسان بعينه നേർക്ക് നേരെ. എങ്ങനെ പറയാം? കുറെ മനുഷ്യന്മാരുണ്ട് അങ്ങനെ ചെയ്യുന്ന കള്ളുടിയന്മാരായ കുറെ മനുഷ്യന്മാർ. ഇങ്ങനെ പറയാം, ഒന്നിച്ചിങ്ങനെ കാടടച്ച് ഒടിയിക്കണമായിട്ട് അങ്ങനെ പറയാം. ഒരു വ്യക്തിനെ നേരിട്ട് കൊണ്ട് ആ വ്യക്തിനെ ക്ഷമിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഭക്ഷണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം അൽഹംദുലില്ലാ നല്ലതല്ലെങ്കിൽ നല്ലതാന്ന് പറയണ്ട, നല്ലതല്ലെങ്കിൽ നല്ലതാന്ന് പറയാൻ കളവായില്ലേ, അതൊന്നും ഉണ്ടണ്ട. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് അതിന്റെ കുറ്റം കുറവൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയാറുണ്ട്, ഒരു നല്ലതും പറയില്ല, എന്തുണ്ടാക്കി കൊടുത്താലും അതിന് കുറ്റം കാണും, എന്തുണ്ടാക്കി കൊടുത്താലും അതിന് കുറ്റം കാണും. എത്ര ഇടങ്ങറായി ഉണ്ടാക്കി കൊടുത്തു, ഒരു നല്ല വാക്ക്, നല്ല ഉഷാറുണ്ടല്ല, ഇന്നത്തെ ചായ നല്ല ഉഷാറായിക്കണല്ല, പത്തിരി നല്ല ഉഷാറായിക്കണല്ല, ഒരു വാക്ക് പറഞ്ഞു നോക്കാട്ടെ, എന്തൊരു മട്ടം ഉണ്ടാവും. ഇതെന്ത് പറഞ്ഞാലും കുറ്റേ കാണുള്ളൂ, കുറവേ കാണുള്ളൂ. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്, അള്ള സൃഷ്ടിച്ച ഒരു സാധനത്തിനെയും ലാനത്ത് ചെയ്യരുത്. അത് അള്ള സൃഷ്ടിച്ചതല്ലേ, അള്ള ഉണ്ടാക്കിയതല്ലേ, അതിനൊക്കെ ലാനത്ത് ചെയ്യാൻ, മോശാക്കാൻ, ശപിക്കുകയാണ്, അത് ചെയ്യാൻ പാടില്ല. അള്ള ചോദിക്കൂല, എന്താ ഒരാളെ ലാനത്ത് ചെയ്യാത്തത് അള്ള ചോദിക്കൂല. ആരെങ്കിലും ലാനത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ശപിച്ചിട്ടില്ലെങ്കിൽ എന്തേ ഓനെ ശപിക്കാത്തത് എന്ന് അള്ള ചോദിക്കൂല. പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇനി രണ്ട് വിഷയം കൂടി. ഫഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദ്മു തആമ റദീഅ ഖത്തു. ഇനി മോശമായ ഭക്ഷണത്തെ റസൂലുള്ളാഹി ആക്ഷേപിക്കാറില്ല. പിന്നെന്ത് ചെയ്യും? ബൽ കാന ഇദസ്തഹാ ശൈഅൻ നകലഹു വഇല്ലാ തറക്കഹു. റസൂലുള്ളാഹിക്ക് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കൂല. താല്പര്യമുണ്ടെങ്കിൽ കഴിക്കൂല, അത് മോശമാണ്. അതൊക്കെ തിന്നാൻ പറ്റും, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മോശമാക്കണ്ട, പറ്റൂലേ കഴിക്കണ്ട. അത്രേ ആര് ചെയ്യാറുള്ളൂ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ളൂ. ഒരു ഭക്ഷണത്തിനെയും മോശമാക്കി അവതരിപ്പിച്ചുകൂടാ. കാരണം ഈ ഭക്ഷണത്തിന്റെ പിന്നിലൊക്കെ മലായികത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായതാണ്. മലായികത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് മനുഷ്യന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റൂലെങ്കിൽ നമ്മൾ തിന്നണ്ട, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വസ്തുവിനെയും ക്ഷമിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ഇതാണ് ഗസാലി ഇമാം ആറാമതായി പറഞ്ഞത്. ഇനി ഒരു മസ്അല കൂടി പറയാം. നമ്മുടെ മദ്ഹബ് പ്രകാരം ഭാര്യനെ തൊട്ടാൽ ഒന്നുമുറി ഇല്ലേ? ഭാര്യനെ തൊട്ടാൽ ഒന്നുമുറി. ഭാര്യനെ തൊട്ടാൽ ഒന്നുമുറിയാനുള്ള കാരണം വികാരം ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഭാര്യനെ തൊടുമ്പോൾ വികാരം ഉണ്ടാവും. വികാരം അല്ലാഹു തന്നതാണ്. അങ്ങനെ തന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഒരു പെണ്ണിനെ പോറ്റുന്നതും ആ പെണ്ണിന് വേണ്ടി ചെയ്യുന്നതൊക്കെ അള്ളാഹു വികാരം തന്നുകൊണ്ടാണ്. അത് ആവശ്യം തന്നെയാണ്, മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് വികാരം തന്നെ. അപ്പൊ ഭാര്യനെ തൊട്ടാൽ ഒന്നും, എന്നാൽ തൊട്ടാൽ ഒന്നും മുറിയാത്തൊരു ഭാര്യയുണ്ട്. തൊട്ടാൽ ഒന്നും മുറിയാത്തൊരു ഭാര്യ അതാരാ? അതിനെ പറ്റി ഫുഖഹാക്കൾ പറയുന്നത്, ഒരാളൊരു പെണ്ണെട്ടി, ഓനക്ക് ഒരു നാട്ടിൽ പോയിട്ട് പെണ്ണെട്ടി, എവിടെ, പിന്നെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ പരിപാടികൾ, എവിടെ പോയിട്ടൊരു പെണ്ണെട്ടി കൊടുത്തു. അപ്പൊ കൂടുതലൊന്നും ഓനെ അന്വേഷിച്ചിട്ടൊന്നുമില്ല, ഈ പെണ്ണ് ഇവിടുത്തെ പെണ്ണാണ് എന്ത് പെണ്ണാണെന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല, ഒരു പെണ്ണെട്ടി കൊടുത്തു. വാപ്പ അവൻ വന്നപ്പോ വാപ്പ വെച്ച് എവിടുന്ന പെണ്ണെട്ടിയത്? ഇന്ന സ്ഥലത്തുനിന്നാണ് പെണ്ണെട്ടിയത്. ഏത് മഹല്ലത്തുനിന്നാ? ഇന്ന മഹല്ലത്തുനിന്നാണ്. ആരെ മോളാണ്? ഇന്ന മോളാണ്. ഇന്റെ മോളാന്ന് പറഞ്ഞു വാപ്പ. നിങ്ങളെ മോളോ? എന്റെ മോളാണ്. ഇവന്റെ വയറ്റിലേക്കാരൻ മാപ്പി, ഇവന്റെ വയറ്റിലേക്കാരൻ ഓനെവിടുന്ന് പോയി പെണ്ണെട്ടി കൊടുത്തു, അയമാര് വാപ്പി പെണ്ണെട്ടി കൊടുത്തു. അധികവും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ വാപ്പാന്റെ സ്വഭാവക്കാരിലുണ്ടാവും, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അധികം അങ്ങനെ ഉണ്ടാവും. അത് ആദ്യം നമ്മൾ നന്നാവണം, നമ്മൾ നന്നായി വിട്ടുള്ള നന്നാവും. അധികം അത് വിരുദ്ധമായിട്ടും ധാരാളം ഉണ്ട്. പക്ഷെ നമുക്ക് മസല പറയണല്ലോ, അതിപ്പോ ഒരു പെണ്ണിട്ടിയല്ല ഇവിടെ വിഷയമുള്ളത്. അപ്പൊ ആരായി? അതിന്റെ മോളാന്ന് പറയാനോ? ഈ വാപ്പോടെ ചെന്നൊരു പെണ്ണിട്ടിരുന്നു, അതിന് കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ അതിനെ ഒഴിവാക്കിയിട്ട് ആര് പോകുന്നതാണ്? വാപ്പ പോകുന്നതാണ്. ആ കുട്ടിനെ ഇപ്പം പോയി കെട്ടിക്കണേ, അപ്പോന്റെ പെങ്ങളായില്ലേ? അപ്പോന്റെ പെങ്ങളായില്ലേ? വാപ്പാന്റെ മോളാകുമ്പോ ഓന്റെ പെങ്ങളായില്ലേ? പക്ഷെ ഓനത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് നിങ്ങള് അങ്ങനൊക്കെ പറയണം, നിങ്ങളെ പിൻകിച്ചുണ്ടല്ലോ, നിങ്ങൾ അങ്ങനൊക്കെ പറയാം, ഓൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വാപ്പ അങ്ങനെ പറഞ്ഞത് കൊണ്ട്
അവന്റെ പെങ്ങളായിട്ട് ആ നിലക്ക് പരിഗണിക്കപ്പെടും. ബാപ്പ പറഞ്ഞതുകൊണ്ട് പെങ്ങളായി പരിഗണിക്കപ്പെടും. അവൻ അംഗീകരിക്കാത്തതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് പോകാനും പറ്റും. അവൻ അംഗീകരിച്ചാൽ തലാക്കലാണ്. തലാക്കലണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോയി ബന്ധം. അല്ല ഓരോ അങ്ങനെ വന്നാൽ പിന്നെ പെങ്ങളായി കണ്ട് ഭാര്യനെ പിന്നെ ഭാര്യ എന്നുള്ള ബന്ധം നിലനിർത്താതെ പെങ്ങളായി കാണുന്ന ഒരു കേസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യയുടെ സഹോദരനാണെന്ന് അബ്ദുബ്നു സുഹ്മന്റെ ഒരു ചരിത്രം ബുഖാരിയിലൊക്കെ പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗജത്തായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണോ അല്ലയോ എന്നൊരു തർക്കം വന്നു. സഹോദരനാണോ അല്ലയോ, പക്ഷെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സഹോദരനാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ മുഖസാദൃശ്യത നന്നായിട്ട് മൈമുന ബീവിന്റെ സഹോദരനാണെന്നുള്ള മുഖസാദൃശ്യത വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിലും നീ വിട്ടു നിന്നാളുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ, സംശയം വന്നാൽ വിട്ടു നിൽക്കലാണ് ഒരു ഉത്തമം. വിട്ടു കാണാല് പെങ്ങളായിട്ട് കാണാൻ, ഭാര്യയായി കാണാതെ പെങ്ങളായിട്ട് കാണാനാണ്. പക്ഷെ ഇവൻ അത് സ്വീകരിച്ചില്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ സ്വീകരിക്കണില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റണില്ല എന്ന് വന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് പോകുന്നതോടുകൂടെ സഹോദരിയാണ് എന്ന് ബാപ്പ പറഞ്ഞതുകൊണ്ടിട്ട് തൊട്ടാവുന്നില്ല. ബാപ്പ അങ്ങനെ പറഞ്ഞു. ഒരാള് എന്റെ മകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മകളായിട്ട് എതിർപ്പൊന്നുമില്ലെങ്കിൽ അംഗീകരിക്കുന്ന. എന്റെ മകളാണ് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം സ്ഥാപിക്കലായി. ഇവന്റെ സ്വത്തിന് അവകാശമായി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവിടെ വരുമല്ലോ. അതിന് എതിർപ്പൊന്നുമില്ല, തർക്കമൊന്നുമില്ല. എതിർപ്പൊന്നുമില്ലെങ്കിൽ ഒരാള് നസ്ബ പിന്നെ സ്ഥിരീകരിച്ചാൽ, നസ്ബാറിന കുടുംബബന്ധം സ്ഥിരീകരിച്ചാൽ അത് അംഗീകരിക്കുന്ന. അപ്പൊ ആ നിലക്ക് ബാപ്പയുള്ള പറഞ്ഞിരിക്കുന്നത്, നിന്റെ മോളാണെന്ന് അയാളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് അയാളങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് സഹോദരിയാണ് എന്ന രൂപത്തിലൂടെ മുന്നോട്ട് പോകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് തയ്യാറാറില്ല. അപ്പൊ സഹോദരിനെ തൊട്ടാൽ ഒന്നും മുറിയില്ലല്ലോ. ആ നിലക്ക് തൊട്ടാൽ ഒന്നും മുറിയാത്ത ഒരു ഭാര്യ എന്ന രൂപത്തിൽ മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞത് ഇതാണ്. ഇങ്ങനെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഈ വിഷയത്തിൽ മദ്ഹബൊക്കെ ഒന്നെ. മദ്ഹബ് മാറിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഹനഫി മദ്ഹബുള്ള ഒരു പെണ്ണിന്, ഹനഫി മദ്ഹബുള്ള പെണ്ണാണ്. അപ്പൊ ഹനഫി മദ്ഹബ് പ്രകാരം പെണ്ണിനെ തൊട്ടൊന്നും മുറിയില്ല, ഭാര്യനെ തൊട്ടൊന്നും മുറിയില്ല. പക്ഷെ ഇവൻ ആര്? ഷാഫിയാണ്. ഭർത്താവ് ഷാഫിയും ഭാര്യ ഹനഫിയാണെങ്കിൽ, ഭർത്താവ് ഭർത്താവിന്റെ രൂപത്തിലും ഭാര്യ ഭാര്യന്റെ രൂപത്തിലും മുന്നോട്ട് പോകും. അപ്പൊ ഭർത്താവിന് ഭാര്യ തൊട്ടൊന്നും മുറിയും, തിരിച്ചുണ്ടാവില്ല. ഭർത്താവിന്റെ മതം പ്രകാരം ഭാര്യ ഭാര്യന്റെ മതം പ്രകാരം മുന്നോട്ട് പോകും. അങ്ങനെയാണ്. അതിപ്പോ ചിന്തിക്കേണ്ട ഒരു കാലമായിക്കാണല്ലേ. മതം മാറിയിട്ട് കല്യാണം കഴിക്കണമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നൽകുന്നത് നമ്മളെ പറശ്ശേരി മുജീബിന്റെ മൂത്താപ്പ ഇവിടൊക്കെ വന്നിരുന്ന ഒരാളാണ്. മൂപ്പര് മരണപ്പെട്ടു പോയി. മൂപ്പരുടെ പേരിലും അതേപോലെ തന്നെ മുജീബിന്റെ മൂത്തമ്മാന്റെ പേരിലും KP മൊയ്തുവാജി കഴിഞ്ഞ ദിവസം താഴത്ത് മരണപ്പെട്ട മൊയ്തുവാജിന്റെ പേരിലും കൂടി വേർക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി തരുമാറാകട്ടെ. അതുപോലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല സ്ഥലങ്ങളിലും ഏക സിവിൽ കോഡ് നിലവിൽ വന്ന് മുസ്ലിമീങ്ങളായ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു കയറി അതൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള പല ഗൂഢതന്ത്രങ്ങളും നടക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ആ ഗൂഢതന്ത്രങ്ങളൊക്കെ അതാരാണോ കൊണ്ടുവന്നത് അവരിലേക്ക് തന്നെ തിരിച്ചു വിടുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ അല്ലാഹു ഈ ഉമ്മത്തിനെ, നമ്മുടെ വഖഫുകളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.